കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം സമീപ ആഴ്ചകളിൽ 2 തവണയാണ് പറഞ്ഞത്. ഖാലിസ്ഥാനി വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്തപ്പെട്ടതിന് 2 വർഷത്തിന് ശേഷം കാനഡ ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന ആദ്യ G7 ഉച്ചകോടിയാണിത്. ജൂൺ 15-നും 17-നും ഇടയിൽ നടക്കുന്ന ഗ്രൂപ്പ് ഓഫ് 7 ഉച്ചകോടിക്ക് കാനഡ ആതിഥേയത്വം വഹിക്കുകയാണ്. ഈ വർഷം G7 നേതാക്കളുടെ വാർഷിക ഉച്ചകോടി ആൽബർട്ടയിലാണ് നടക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ, IMF, ലോകബാങ്ക്, ഐക്യരാഷ്ട്രസഭ എന്നിവയ്ക്കൊപ്പം US, UK, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ജപ്പാൻ, കാനഡ എന്നീ പ്രധാന വ്യാവസായിക രാജ്യങ്ങളും ഇതിൽ പങ്കെടുക്കുന്നു. ദക്ഷിണാഫ്രിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുണ്ടെങ്കിലും ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറ്റൻഡ് ചെയ്യുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് നയതന്ത്ര സംഘർഷങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി മോദി ഉച്ചകോടിക്കായി കാനഡ സന്ദർശിക്കുമോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US എന്നീ രാജ്യങ്ങളാണ് G7-ൽ ഉൾപ്പെടുന്നത്. 2019 മുതൽ എല്ലാ G7 നേതാക്കളുടെ ഉച്ചകോടിയിലേക്കും പ്രധാനമന്ത്രി മോദിയെ ക്ഷണിച്ചിട്ടുമുണ്ട്. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ സാമ്പത്തികമായി ഏറ്റവും പുരോഗമിച്ച രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയുടെ യോഗത്തിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കാത്തത് ഇതാദ്യമായിരിക്കും. ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഉച്ചകോടിയിലേക്ക് ഇന്ത്യക്ക് ഔദ്യോഗികമായി ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല. ഒരു ക്ഷണം നീട്ടിയാലും ഇന്ത്യൻ പക്ഷം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യ കാനഡ ബന്ധത്തിലെ നിലവിലെ വിള്ളലുകൾ ഈ തീരുമാനം പ്രതിഫലിപ്പിക്കുന്നതായി വൃത്തങ്ങൾ പറയുന്നുമുണ്ട്. കൂടാതെ അത്തരം ഒരു ഉന്നതതല സന്ദർശനം നടക്കുന്നതിന് മുൻപ് ബന്ധം മെച്ചപ്പെടുത്തണമെന്നും ഈ വിഷയവുമായി പരിചയമുള്ള വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഭാവിയിൽ പ്രധാനമന്ത്രി മോദി കാനഡയിലേക്ക് പോവുകയാണെങ്കിൽ സുരക്ഷാ ആശങ്കകളും അവർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതേസമയം കാനഡയുടെ പുതിയ ഭരണകൂടം ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിന്റെ പ്രത്യാഘാതങ്ങൾ വഷളാക്കിയ ബന്ധങ്ങൾ പുതുക്കാൻ താൽപര്യമുള്ളതായിട്ടാണ് മനസ്സിലാകുന്നത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർക്ക് കാർണി സർക്കാരിന് ഇന്ത്യയുമായി ശക്തമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ താൽപര്യമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി അങ്കിത ആനന്ദ് ദി ഗ്ലോബ് ആൻഡ് മെയിലിനോട് പറഞ്ഞിരുന്നു. ഉച്ചകോടിയിലെ അതിഥി നേതാക്കളുടെ പേരുകൾ കാനഡ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഒട്ടാവ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, യുക്രൈൻ, ബ്രസീൽ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് കനേഡിയൻ മാധ്യമങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ G7 ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കാതിരിക്കുന്നതിലൂടെ 5 വർഷത്തെ പാരമ്പര്യം തകർക്കാൻ സിഖ് സംഘടനകൾ ഒട്ടാവയോട് ആഹ്വാനം ചെയ്യുന്നതായി കനേഡിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാനഡയിലെ ക്രിമിനൽ അന്വേഷണങ്ങളുമായി ഇന്ത്യ ഗണ്യമായി സഹകരിക്കുന്നതുവരെ കാനഡ ക്ഷണം തടഞ്ഞു വെക്കണമെന്ന് ടൊറന്റോ ആസ്ഥാനമായുള്ള സിഖ് ഫെഡറേഷൻ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. 2023 സെപ്റ്റംബറിൽ നിജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം നയതന്ത്ര തർക്കം ആരംഭിച്ചത്. ഈ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വിളിച്ച് ഇന്ത്യ ശക്തമായി നിഷേധിച്ചിരുന്നു. എന്തായാലും 2 വർഷങ്ങൾക്കിപ്പുറം പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ കനേഡിയൻ സർക്കാർ G7 ഉച്ചകോടിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കുമോ ഇല്ലയോ എന്നതിലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ. പ്രധാനമന്ത്രി മോദിയും കാർണിയും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണ്.